നമ്മൾ പലരും കാറിന് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ സർവീസ് സെൻറ്ററിലേക്ക് പോകും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ പലർക്കും അറിയണ കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞുതരാൻ പോവാണ് ഇവിടെ. അതായത് ചെറിയ ചെറിയ ടിപ്സ് കാറിൻ്റെ നമുക്ക് തന്നെ ചെയ്യാവുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ബോണറ്റ് തുറക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഒരു കാറിൻ്റെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു കാറിൻ്റെ കൂളൻ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആരുടെയും സഹായം വേണ്ട. ഇത് ഓപ്പൺ ചെയ്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വണ്ടി ഹീറ്റായ വണ്ടിയാണെങ്കിൽ ഒരിക്കലും കൂളൻ ലെവൽ കൂളൻറ്റിൻ്റെ ഇത് തുറക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പതുക്കെയാണ് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിൻ്റെ ആ പ്രഷർ അതിൻ്റെ പോകാൻ വേണ്ടി നമുക്കിതിൻ്റെ കൂളൻ ലെവൽ ഇതിൽ ഇൻഡിക്കേഷൻ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. അത് കമ്പനി പറയുന്ന അതേ കൂളൻ്റ് തന്നെ ഒഴിക്കണം. പിന്നെ കൂളൻറ്റിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ നിവർത്തിയില്ലാത്തപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് ഇൻഡിക്കേഷനോ അല്ലെങ്കിൽ വരുവാണെങ്കിൽ കൂളൻ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം. നല്ല പ്യുവർ ഫോം ഓഫ് വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. നമുക്കത് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം. കാരണം കൂളൻ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിനെ ബാധിക്കും, അല്ലാണ്ട് ഹീറ്റാവും. അപ്പോൾ അതുകൊണ്ട് ഒരു എമർജൻസിക്ക് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഒഴിക്കാവുന്നൊരു സംഭവമാണത്. ഇത് വിൻഷീൽഡിലേക്കുള്ള കോൺസെൻട്രേറ്റ് ഒഴിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് തന്നെ ഒഴിക്കാനുള്ള ഉള്ളൂ. നമുക്ക് തന്നെ കോൺസെൻട്രേറ്റ് വാങ്ങിക്കാൻ കിട്ടും. അത് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വിൻഷീൽഡ് എപ്പോഴും ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മൾ വൈപ്പർ ഓൺ ചെയ്യുമ്പോൾ വിൻഷീൽഡ് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. ഇതിപ്പോൾ ഒരു മാരുതിയുടെ എഞ്ചിനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിപ്സ്റ്റിക്കാണ്, ഈ പറയുന്ന ലെവൽ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാനുള്ള ഡിപ്സ്റ്റിക്കാണ്. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ആദ്യം നമ്മൾ ഇതിങ്ങനെ തുടച്ചു കൊടുക്കണം ഒരു തുണിയും കൊണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് ഇത് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ ഇതെടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതാണ് ഫുള്ള്. അപ്പോൾ ഇതിന് കുഴപ്പമില്ല. ഇതാണ് ഈ എഞ്ചിൻ ഓയിൽ. അതേപോലെ തന്നെ ഓയിലിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇതിൽ നോക്കി അറിയാൻ പറ്റും, വല്ലാണ്ട് കുറുകിയ ഓയിലാണോ അല്ലേ എന്നൊക്കെ. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നിരപ്പായ സ്ഥലത്ത് വേണം എഞ്ചിൻ ഓയിൽ നോക്കാനായിട്ട്. പിന്നെ ഭയങ്കര ഓടി വന്ന, അതായത് ഭയങ്കര ഹീറ്റായിട്ടുള്ള വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു മാരുതിയുടെ ബാറ്ററിയാണ്. അപ്പോൾ ഇതിലായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നോർമലി ഇപ്പോഴത്തെ പുതിയ എല്ലാ കാഴ്സിലും നമുക്കൊരു ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. ഗ്രീൻ ആണെങ്കിൽ നല്ല ഫുൾ ചാർജർ ആയിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ ഒരു വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ടയറാണ്. ഇപ്പോൾ ഞാനൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ എന്നെ ചെറുപ്പത്തിൽ ഫാദർ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ ടയർ മാറ്റാനായിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. പഞ്ചറായി കഴിഞ്ഞാൽ നമ്മൾ ടയർ മാറ്റാനായിട്ട്. അത് വളരെ സിമ്പിളാണ്. അതിന് നമ്മൾ ആരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൻ്റെ എയർ പ്രഷർ. വൺസ് ഇൻ എ മന്ത് നമുക്ക് തന്നെ പമ്പിൽ പോയിട്ട് നമുക്ക് ചെയ്യാവുന്നേ. അതായത് കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ വണ്ടിയുടെ മൈലേജിന് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിക്കും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവറി 15,000 കിലോമീറ്ററിൽ നമുക്ക് ഇതിൻ്റെ വീല് ബാലൻസ് ചെയ്യണം. അതേപോലെ തന്നെ വീല് റൊട്ടേറ്റ് ചെയ്യണം. അതായത് ഇവിടേക്കുള്ള ടയർ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങനെ ക്രോസ് ആയിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ടയറിൻ്റെ ലൈഫാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടും. നല്ല വെൽ മെയിൻറ്റെയിൻ കാറാണെങ്കിൽ ഇതേപോലെ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ലൈഫ് കിട്ടും ടയറിന്. ഓഫ് കോഴ്സ് മൈലേജും ഡിപ്പെൻഡാണ് ഈ ടയറിൻ്റെ ടയർ പ്രഷറും അതിൻ്റെ ലൈഫുമായിട്ട്. പലരും അവഗണിക്കുന്നൊരു ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പിനി. നമ്മൾ ആക്ച്വലി ഈ സ്റ്റെപ്പിനിയിലും നമ്മൾ എയർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 months കൂടുമ്പോഴെങ്കിലും. കാരണം നമ്മൾ പഞ്ചറായി കഴിഞ്ഞാൽ സ്റ്റെപ്പിനിയിൽ പിന്നെ എയർ ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമാവും. അതേപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ മഴക്കാലമാണ്. ഈ വൈപ്പറിൻ്റെ ബ്ലേഡ് നമുക്ക് മാറ്റാനായിട്ട് നമുക്ക് ആരുടെയും സഹായം വേണ്ട. ഇത് നമുക്ക് റെഡിമെയ്ഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ഇതിൻ്റെ ബ്ലേഡ് മാത്രമായിട്ട്. അപ്പോൾ ഇതും നമുക്ക് തന്നെ ചെയ്യാവുന്നൊരു സംഭവമാണ്. നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് വണ്ടിയുടെ ബ്രേക്ക് പാഡ് തീർന്നോ ഇല്ല എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഒരു മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ടോർച്ച് അടിച്ച് നമുക്ക് കാണാൻ പറ്റും. ഒരു ബ്ലാക്ക് കളറിൽ അതിൻ്റെ തിക്നെസ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ബ്രേക്ക് പാഡ് തീർന്നോ ഉണ്ടോ ഇല്ലേന്ന്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വർക്ക്ഷോപ്പിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ലോങ് ട്രിപ്പിനൊക്കെ മുമ്പ് പോകുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇത് ശ്രദ്ധിക്കാവുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഇതിൽ കറക്റ്റ് ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയുകയാണ് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. എല്ലാ കാറിനും ഏകദേശം ഒരുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ബ്രേക്ക് പാഡിൻ്റെ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇതുപോലത്തെ ഈ പറഞ്ഞ പോലത്തെ ബേസിക് ആയിട്ടുള്ള ഓയിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കൂളൻ ലെവൽ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വർക്ക്ഷോപ്പിൽ പോകേണ്ട ആവശ്യമില്ല. ഓഫ് കോഴ്സ് ആ സർവീസ് പറഞ്ഞ കറക്റ്റ് സ്റ്റിപ്പുലേറ്റഡ് പീരീഡിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാറിന് നല്ല ലൈഫ് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.